ഇനി വീണ്ടും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു റെക്കോർഡുള്ള ആൾക്കാർക്ക് അത് ഭേദിക്കണമെന്നും അതുപോലെ പുതിയ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കണം എന്നും ഒക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടാവും. അപ്പം അതുപോലെ ഇപ്പോൾ കേരളത്തിന് പുറമെ ദുബായിലൊക്കെ നീന്തിയിട്ടുള്ള ആളാണ്. അപ്പം ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് നീന്തണം എന്നോ അല്ലെങ്കിൽ ഇപ്പം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഇടയ്ക്ക് നീന്തണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം അതുപോലെ ഏതെങ്കിലും രാജ്യത്ത് പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ നീന്തണം അങ്ങനത്തെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. കാര്യം വെച്ചാൽ ഏതൊരു നീന്തൽ താരത്തിൻ്റെയും വലിയൊരു ആഗ്രഹമാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തുക എന്നുള്ളത്. കാര്യം വെച്ചാൽ അത് ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞൊരു സ്ഥലമാണ്. കാര്യം ഇംഗ്ലീഷ് ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു നീന്തൽ താരത്തിൻ്റെ വലിയ സ്വപ്നമാണ് അവിടെ നീന്തുക എന്നുള്ളത്. പ്രത്യേകിച്ച് കയ്യും കാലും ബന്ധിച്ച് നീന്തുക എന്നുള്ളത് എനിക്ക് വളരെ വെല്ലുവിളിയാണ്. കാര്യം കയ്യും കാലും ഇല്ല വെച്ചാൽ അങ്ങനെ ഒരു ഡോൾഫിൻ സ്റ്റൈലിൽ വെച്ചാൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയൊരു വേവ്സ് ഉള്ള കടലാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം നമുക്കത് എന്തെങ്കിലും തിരിച്ച് നമുക്ക് എന്തെങ്കിലും പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ പഠിത്തം തുടങ്ങിയിട്ടൊരു 12 വർഷങ്ങളായി തോന്നുന്നു. കാര്യം നമുക്കൊരു സ്പോൺസർ വന്നാൽ അത് പുള്ളിക്കാരന് ഇപ്പം നമ്മൾ അവിടെ വരെ പോയിട്ട് നമ്മൾ സംഭവം ചെയ്തിട്ട് ഫെയിലായിട്ട് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ലൊരു സ്പോൺസറിന്റെ ആവശ്യം എന്താ? ഭയങ്കര ചെലവുള്ള എന്നുവെച്ചാൽ ഏകദേശം എന്തായാലും ചെലവുണ്ടാവും അറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഒരുപാട് ചെലവുള്ള പരിപാടിയാണ് ഇംഗ്ലീഷ് ചാനൽ നീതി കിടക്കുന്നത്. തീർച്ചയായിട്ടും. കാര്യം നമ്മൾ അവിടുത്തെ സുരക്ഷ ഒരുക്കുന്നതിന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 6 ലക്ഷം രൂപയുടെ അടുത്ത് 5-6 ലക്ഷം രൂപയുടെ അകത്ത് നമ്മുടെ ഇന്ത്യൻ മണീസ് അവിടെ കെട്ടിവെക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് ലൈഫ് ഗാർഡ്, ഡോക്ടേഴ്സ്, ഹെലികോപ്റ്റർ, ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ സ്വിമ്മിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരപ്പോഴേ സേവ് ചെയ്ത് നമുക്ക് എത്തിക്കാനുള്ള സ്ഥലത്ത് അവർ എത്തിക്കും. അപ്പോൾ ഇതിനുള്ള ചാനൽ സ്വിമ്മിങ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ അങ്ങനെ ഇംഗ്ലീഷ് ചാനൽ നീന്തണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളവിടെ അത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് അവരൊരു ബുക്ക് നമുക്ക് അയച്ചു തരും. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെയുള്ള സ്ലാഗ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കുറിച്ചുള്ള ഒരു ബുക്ക് തന്നെയുണ്ട്. അപ്പോൾ നമുക്കതിനെ അവരയച്ചു തരും. അയച്ചു തന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയതിന് ശേഷം നമുക്കത് ഇപ്പോൾ ഒരു 34 കിലോമീറ്റർ നീന്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാനൊരു 40 കിലോമീറ്ററെങ്കിലും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് ചാനൽ നീന്തുക എന്നുള്ളതല്ല എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്നെ അവിടെ എത്തിക്കാൻ ആളില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാര്യം സ്പോൺസർ ഇല്ല. അതെ അതെ തീർച്ചയായിട്ടും. ഞാൻ എന്താ പറയുക, അത്ര വലിയ പൈസ ഉള്ളൊരു കുടുംബത്തിലെ അല്ല, ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെയാണ്. അപ്പം നമുക്ക് ഇത്രയും ഒരു വലിയ കോസ്റ്റ് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിന് ഞാൻ സ്പോർട്സ് കൗൺസിൽ അധികൃതരാണോ അതിന് മുൻകൈ എടുക്കേണ്ടത്, അതോ ഇപ്പോൾ വ്യക്തികൾക്കാണെങ്കിലും മുൻകൈ എടുത്ത് ഈ ഒരു സംരംഭത്തിന് കൂടെ നിൽക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. അത് നമ്മളിപ്പം ഓരോരോ പിന്നെ ഇപ്പം സ്വകാര്യ വ്യക്തികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഇപ്പം അവർ അങ്ങനെ ഓരോരോ സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമ്മളെ ഇംഗ്ലീഷ് ചാനലിൽ നീന്തിക്കാൻ അവരുടെ സ്ഥാപനം നമ്മളെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അവർക്കല്ലേ എൻ്റെ ഒരു ക്രെഡിറ്റ് വരിക എന്നുള്ളത് വെച്ചാൽ. അപ്പം എന്നോടൊപ്പം എൻ്റെ കൂടെ അങ്ങനെ ഒരു സ്പോൺസർ ചെയ്യുന്ന സംഘടനയ്ക്ക് അതിന് ഒരു തീർച്ചയായിട്ടും ഈക്വലായിട്ടുള്ളൊരു പബ്ലിസിറ്റി ഉണ്ടാവും. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് സ്പോർട്സ് കൗൺസിലുണ്ട്, സായി ഉണ്ട്, അതേപോലെ പോഷക സംഘടനകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. കാര്യം 3 തവണയായി ലിംക ബുക്കിൽ വരുന്നു. അപ്പം നമ്മുടെ കഴിവിനെ അവർ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ കേരളത്തിൽ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം നീന്തിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ ഓഫീസർമാർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ അപേക്ഷകൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു ഹെൽപ്പ് കിട്ടാത്തതെന്ന് ഒരു പ്രശ്നമുണ്ട്. കാര്യം നമുക്കത് അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് വളർന്നു പോകാനുള്ളൂ. എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു കഴിവുള്ളൊരു മനുഷ്യൻ പുള്ളിയുടെ കഴിവ് അത് ഡെവലപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ ചേർന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റും. കാര്യം സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ മാത്രമേ പുള്ളിയുടെ ഇപ്പം എൻ്റെ സാഹസികത മാത്രമല്ല, ഈ വേറെ കലാകാരന്മാരായാലും ഈ ഒരു നില വരെ എത്തിയതിനകത്ത് നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും നല്ലൊരു പങ്ക് തന്നെ ഉണ്ടാവും വിശ്വസിക്കുന്നല്ലേ. കാര്യം ഇപ്പം ഇത്രയൊരു ഇംഗ്ലീഷ് ചാനൽ വരെ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ നിലയിലെത്താൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെയൊക്കെ ഒരു സഹകരണം, അവിടുത്തെ അങ്ങനെ സംഘടനകൾ, സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കഴിച്ചാൽ അവരാണ് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. ശരി, അപ്പം അവർ പറഞ്ഞത് എനിക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് അങ്ങനെ വലുതായിട്ട് അങ്ങനെ അറിയില്ലായിരുന്നു. അപ്പോൾ അവർ തന്നെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു, ഡോൾഫിൻ്റെ എഡിഷൻ എന്നിട്ട് അവർ എൻ്റെ കഴിവുകളെ ഇങ്ങനെ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അവർ അങ്ങനെ ആ ഒരു സൈഡ് അവർ നോക്കിയിട്ടുണ്ട്.
പിന്നെ തുടക്കം എന്ന് പറയുന്നത് അരേവംശ പരിപാലന യോഗം എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ ഒരു കരയോഗമുണ്ട്. കരയോഗം ഒരുപാട് ഫണ്ട് നമുക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാമിലൊക്കെ അവർ വന്ന് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ എനിക്ക് ഈ പ്രോഗ്രാമിൽ ഇപ്പം 3ാമത് ലിംകയിൽ കിട്ടിയെന്ന് അറിഞ്ഞപ്പം എന്നെ 2 ദിവസമായുള്ളൂ. അവിടെ എൻ്റെ അമ്പലത്തിലെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ആദരിക്കൽ ചടങ്ങ് തന്നെ ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവർക്കൊക്കെ ലിമിറ്റുണ്ട്. അത് വെച്ചാൽ നമ്മുടെ ഒരു സമുദായത്തിൻ്റെ ഒരു സംഘടന എന്ന് പറയുമ്പം അവർക്ക് ഇത്ര ലക്ഷത്തോളം രൂപ നമുക്ക് മുടക്കി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പരിമിതികളുണ്ട് അവർക്കെല്ലാം. അപ്പം അവരെല്ലാവരും പല ആൾക്കാരും ഇങ്ങനെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മേളിലിരിക്കുന്ന ആളും കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് സമയം വരികയാണെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് സർക്കാർ ശ്രദ്ധിക്കണം. കാര്യം വെച്ചാൽ സർക്കാർ ശ്രദ്ധിച്ച് നമുക്കൊരു ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പോഷക സംഘടനയോട് ഹെൽപ്പ് കിട്ടിയാൽ വളരെയധികം ചെയ്യാൻ പറ്റും. കാര്യം അവിടുത്തെ ഈ 5 ലക്ഷം രൂപ മാത്രമല്ല, ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നല്ല ചിലവ് തന്നെയുണ്ട്. കാര്യം നമ്മൾ 6 മണിക്കൂറോളം നീന്തേണ്ടി വരും, ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മളെ ഫോളോ ചെയ്യുന്നതിന് നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നതിന് നമ്മുടെ ഇപ്പം സെക്യൂരിറ്റിക്ക് ആരെങ്കിലും വരുന്നതിനാണെങ്കിൽ തന്നെ അതിന് ചിലവുകളുള്ളേ കുറച്ച്. കാര്യം ചെറിയ എൻജിൻ വെച്ച ബോട്ടുകളായിരിക്കും നമ്മുടെ കൂടെ ഫോളോ ചെയ്യുന്നത്. കടലിൽ തന്നെ ചെയ്യണം. കാര്യം നമ്മൾ ഇംഗ്ലീഷ് ചാനലിൽ നീന്താൻ പോകുമ്പം അത് കടലാണ്. കടലിൽ തന്നെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മളത് കായൽ ചെയ്തിട്ട് കാര്യമില്ല. കാര്യം കടലും കായലും ഞാൻ പറഞ്ഞില്ല, വെള്ളത്തിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ഉമിനീര് ഇറക്കുന്നതിൻ്റെ നമ്മൾ കിലോമീറ്ററോളം നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആകപ്പാടെ കിട്ടുന്ന വെച്ചാൽ ലിക്വിഡ് പോലത്തെ സാധനങ്ങൾ നമുക്ക് കുടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കൈയും കാലും കെട്ടിയിരിക്കുന്നതുകൊണ്ട് അതും പറ്റില്ല. അപ്പം ഈ ഉമിനീരും ഉപ്പും ഈ ചെറിയായിട്ട് ഇങ്ങനെ ലിക്വിഡായിട്ട് ഇങ്ങനെ ഇറക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ അത് ഓവറായിട്ട് വയറ്റി ചെന്ന് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ആവും. നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അത് പരിശീലനം ചെയ്തിട്ട് നമുക്കത് മാറ്റാൻ പറ്റത്തുള്ളൂ. അതിന് ഇപ്പൊ പ്രത്യേകിച്ച് സമയം വല്ലതുണ്ടോ? കാര്യം ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയുടെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിലും വെള്ളത്തിന്റെ ഈ ചൂട് തണുപ്പ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കാൻ നമുക്ക് മലയാളികൾക്കൊരു പെർട്ടിക്കുലർ ടൈം എന്ന കണക്കിനുണ്ട്. ഇപ്പം ഇന്ന മാസം നീന്തണം അല്ലെങ്കിൽ ഇന്ന സീസണിൽ നീന്തണം അങ്ങനെയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അത് ഓഗസ്റ്റിലാണ് അങ്ങനെ നീന്തിക്കുന്നത്. കഴിച്ചാൽ ചാനൽ സ്വിമ്മിങ് അസോസിയേഷൻ തന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ വയ്ക്കുന്നുണ്ട്. അവിടെ എല്ലാവർക്കും നീന്താൻ പറ്റിയൊരു ടൈമാണ് ഓഗസ്റ്റ്. കാര്യം അവിടുത്തെ നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിലും നമുക്ക് എല്ലാ കൺട്രീസിലുള്ള ആൾക്കാർക്ക് നീന്താൻ പറ്റിയൊരു ക്ലൈമറ്റാണ് ഈ ഓഗസ്റ്റിൽ. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. ബാക്കിയുള്ള സമയങ്ങളെല്ലാം മഞ്ഞാണ്. നമുക്ക് അവിടെ ചെന്ന് നമുക്ക് ഇടുങ്ങിപ്പോകും, നീന്താൻ പോലും പറ്റില്ല. മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഓഗസ്റ്റിലാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റിലെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് ചാനലിൽ നീന്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ എന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എൻ്റെ അതെ എല്ലാം ഒന്ന് ഒത്തുചേർന്നാൽ മാത്രമേ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നമ്മളുടെ ഈ ഒരു കൈർലി ചാനലിലെ ഇന്റർവ്യൂ ഇംഗ്ലീഷ് ചാനലിലേക്ക് എത്തിക്കാനുള്ള ഒരു തുടക്കമാവട്ടെ, അതിൻ്റെ ഒരു ആദ്യ ചൂടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ ഇത് കണ്ടിരിക്കുന്ന അധികൃതരോ പ്രേക്ഷകർ അല്ലെങ്കിൽ അതിന് മനസ്സിലുള്ള ആരെങ്കിലും ഈ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരിലേക്ക് ഇതെത്തും എന്നും കരുതുന്നു. പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഇപ്പോൾ ഒരുപാട് എന്ന് വെച്ചാൽ 19 പേരുടെ ജീവൻ രക്ഷിക്കുകയും അതുപോലെ തന്നെ 500-ലധികം ആൾക്കാരെ നീന്തൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഇനിയും ഈ എണ്ണങ്ങളൊക്കെ കൂടട്ടെ, ഇനിയും ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമായിട്ട് ലഭിക്കട്ടെ, ഇംഗ്ലീഷ് ചാനലിലേക്ക് എത്രയും വേഗം എത്താൻ സാധിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. അതേപോലെ തന്നെ കൈരളി ടി വിയിൽ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടണം. കാര്യം എന്നാലേ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ. കാര്യം 3 തവണ ഇംഗ്ലീഷ് ചാനൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതെ ലിംകയിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഭയങ്കര വിഷമിച്ചിരുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്. തുടക്കം മുതലേ കൈരളി ടി വി നമ്മളെ കൂടെ ഉള്ളതാണ്. വലിയൊരു ഓഫർ തന്നേലി. വലിയ വലിയ മഹാരഥന്മാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലമാണ്. അപ്പം അത്രയും ഒരു സംഭവം ഒരു എളിയ സാഹസിക നീന്തൽക്കാരായ എന്നെയും കൂടെ വിളിച്ചതിൽ വളരെ വളരെ സന്തോഷം. അത് മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാണ്ട്, ഇന്ന് ജന്മദിനം കൂടെയാണ്. അപ്പോൾ ബി പോസിറ്റീവിന്റെ പിറന്നാൾ ആശംസകളും കൂടെ പറയുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.